അഞ്ജൂസ് കിച്ചൺ. നമുക്കിന്ന് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ചെയ്താലോ? സ്പൈസി ചിക്കൻ ഫ്രൈ. ബാച്ചിലേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൈസി ചിക്കൻ ഫ്രൈ ആണിത്. അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത്, ആദ്യമേ തന്നെ നമുക്ക് ഒരു 3/4 കിലോ അല്ലെങ്കിൽ 1 കിലോയുടെ അടുത്ത് ചിക്കൻ വേണം. അത് ഞാൻ ഇപ്പോൾ ഇത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരും കുരുമുളക് പൊടിയും ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില ഇട്ട് പുഴുങ്ങിയെടുത്തേക്കുന്നതാണ്. ഇനി ഇതാണ് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത്. അതിനാവശ്യമുള്ള മസാല തയ്യാറാക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. വറക്കാനായിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത്, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരൽപ്പം ചിക്കൻ മസാല. ഏകദേശം 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തിട്ടോ. പിന്നെ അല്പം പച്ചക്കുരുമുളകും കാന്താരിയും ചതച്ചത്. ഓൾറെഡി നമ്മൾ അതിനകത്ത് ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നിട്ട് ആവശ്യാനുസരണം നോക്കിയിട്ട് ഉപ്പിടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. മസാല ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് അല്പം കറിവേപ്പില ഇടണം. കറിവേപ്പില നന്നായിട്ടുണ്ടായാൽ വറക്കുമ്പോൾ ടേസ്റ്റ് വരുള്ളൂ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഓരോന്ന് ഈ മസാലയിലിട്ട് കോട്ട് ചെയ്ത് നമുക്ക് വറുത്തെടുക്കാം. ഒരു ആദ്യത്തെ ട്രിപ്പ് വറക്കാനിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് മുളക് വരട്ടി വെച്ചേക്കുന്നു. വറക്കാനിട്ടതിന് വേണ്ടി നമ്മൾ എപ്പോഴും കുറച്ചധികം കറിവേപ്പില വറക്കണതിന് മുമ്പ് എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇടണം. അത് കഴിഞ്ഞ് വറക്കാൻ സാധനങ്ങൾ നിരത്തിയിട്ടും കറിവേപ്പില ഉണ്ട്. അപ്പോൾ ആ കറിവേപ്പില ടേസ്റ്റ് വന്ന് നല്ല അടിപൊളി മണമായിരിക്കും. പിന്നെ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു സൈഡ് മറിച്ചിടാം. 5 മിനിറ്റിന് ശേഷം നമ്മളത് തുറന്ന് ഒരു സൈഡ് മറിച്ചിട്ടിരിക്കുകയാണ്. ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് മറിച്ചിടാം. അങ്ങനെ 2-3 വട്ടം മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ ചിക്കൻ മറിച്ചിട്ടിരിക്കുകയാണ്. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്